അപ്പോൾ നമുക്ക് ആൻഡ് ഓപ്പറേറ്റർ അഥവാ ആംപർസൻഡ് ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. ഇവിടെ ആംപർസൻഡ് ഓപ്പറേറ്ററിനെ പറയുന്ന പേര് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. എന്തിനാണ് യൂസ് ചെയ്യണത്? ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് എ വാരിയബിൾ. ഒരു വാരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ആംപർസൻഡ്. അപ്പോൾ ഒരു വാരിയബിളിൻ്റെ മുന്നിലായിട്ട് ആംപർസൻഡ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്കത് തരിക? ആ വാരിയബിളിൻ്റെ അഡ്രസ്സിനായിരിക്കും തരിക. അപ്പോൾ ഇവിടെ താഴെ PTR1 ഈക്വൽ ടു ആംപർസൻഡ് നം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ PTR1 എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക? നം എന്ന് പറയുന്ന വാരിയബിളിൻ്റെ അഡ്രസ്സിനായിരിക്കും സ്റ്റോർ ചെയ്യുക. അതാണ് PTR1 എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ 1001 സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആംപർസൻഡ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ എന്താണ്? ഒരു അഡ്രസ്സിനെ, ഒരു വാരിയബിളിൻ്റെ അഡ്രസ്സിനെ ഫെച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി സ്റ്റാർ ഓപ്പറേറ്റർ എന്താണെന്ന് പറയുന്നുണ്ട്. സ്റ്റാർ ഓപ്പറേറ്റർ എന്താ? അതിനെ ഇൻഡയറക്ഷൻ ഓർ ഡീറെഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡീറെഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു പോയിൻ്ററാണ് അല്ലേ? ആ പോയിൻ്ററിൽ എന്തുണ്ടാവും? അത് പോയിൻ്റ് ചെയ്യുന്ന വാരിയബിളിൻ്റെ വാല്യൂവിനെ ആയിരിക്കും നമുക്ക് തരിക. ഇവിടെ പറയുന്നുണ്ട് ദ പോയിൻ്റർ സ്റ്റാർ റിട്രീവ്സ് ദ വാല്യൂ അറ്റ് ദ ലൊക്കേഷൻ പോയിൻറ്റഡ് ടു ബൈ ദ പോയിൻ്റർ അല്ലേ? പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലുള്ള വാല്യൂവിനെയാണ് സ്റ്റാർ തരുന്നത്. വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്നുകൂടെ അതിനെ പറയും. അപ്പോൾ 3 പേരുകളുണ്ട്: ഇൻഡയറക്ഷൻ, ഡീറെഫറൻസ് ഓപ്പറേറ്റർ, വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാനായിട്ട് മുകളിലത്തെ ഡയഗ്രം വെച്ചിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഡയഗ്രം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. PTR1 എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വാരിയബിൾ ആണ്. കാരണം PTR1 ഉള്ളിലിരിക്കുന്നത് നം എന്ന് പറയുന്ന ഒരു വാരിയബിളിൻ്റെ അഡ്രസ്സാണ്. അതുകൊണ്ട് PTR1 ഇവിടെ ഒരു പോയിൻ്റർ വാരിയബിളാണ്. അപ്പോൾ PTR1 ഉള്ളിലുള്ളത് 1001. PTR1 അഡ്രസ്സ് എന്ന് പറയുന്നത് 1500. നം എന്ന് പറയുന്നത് ഒരു സാധാരണ വാരിയബിളും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 25. നമ്മിൻ്റെ അഡ്രസ്സ് 1001 ഇനി ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. സി ഔട്ടിൽ ആംപർസൻഡ് നം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരിക? ആംപർസൻഡ് നം എന്ന് പറഞ്ഞാൽ നമ്മിൻ്റെ അഡ്രസ്സിന് തരും അല്ലേ? അപ്പോൾ നമ്മിൻ്റെ അഡ്രസ്സ് എന്താ ഈ ഫിഗറിൽ? 1001 തന്നെ തോന്നും. ഇനി അടുത്ത സി ഔട്ടിൽ PTR1 എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. PTR1 എന്ന് വെറുതെ PTR1 എന്ന് പ്രിൻ്റ് ചെയ്താൽ എന്താ വരുള്ളൂ? PTR1 എന്ന് പറയുന്ന വാരിയബിളിൻ്റെ ഉള്ളിലിരിക്കുന്ന വാല്യൂ മാത്രമേ വരുള്ളൂ. അപ്പോൾ PTR1 ഉള്ളിലിരിക്കുന്ന വാല്യൂ എന്താ?